ഹലോ, അപ്പം നമ്മളൊരു സാഹസിക യാത്രയ്ക്ക് തയ്യാറായിക്കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കണതിൽ ഒരിക്കലും ഒരു എക്സ്പേർട്ട് ഒന്നല്ല കേട്ടോ. അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഹോണസ്റ്റ്ലി എനിക്കൊരു ചിക്കൻ കറി എക്സ്പേർട്ട് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോൾ ചിക്കൻ വാങ്ങിയാലും ചാടിക്കറി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഓടി വരും. സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴൊക്കെ വൻ ഫ്ലോപ്പുകളായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ വീട്ടുകാർ തെറി അത്യാവശ്യത്തിലേറെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് സക്സസ് ആവാൻ തുടങ്ങി കേട്ടോ. ഇപ്പം ഞാൻ അത്യാവശ്യം തരക്കേടില്ലാണ്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ നന്നായി പഠിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. വേറെ ആര് പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ എൻ്റെ അനിയന്മാർ ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും അവരത് സമ്മതിച്ചു തരാത്താണ്. പക്ഷെ അവർ ഇതിൽ എന്നെ സമ്മതിച്ചു തന്നു. അപ്പം അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമില്ലേ, കാര്യം ഉണ്ടാവാണ്ടിരിക്കില്ല. കാര്യമൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്കിത് ആരെ കൊണ്ടെങ്കിലും കഴിപ്പിച്ച് നോക്കണം, അതെനിക്ക് നിർബന്ധമാണ്. അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ നമ്മുടെ ആൻമോളും സാധകയും കൂടിയിട്ട് ഇതുപോലെ നമ്മുടെ മുറ്റത്ത് കൂടെ ഈ വണ്ടി ഒട്ടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ടയർ കെട്ടി നടന്നൊക്കെ ഓർമ്മ വന്നു കേട്ടോ. കളിച്ചൊക്കെ മതി, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇപ്പോൾ വിശക്കണില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇവർ ഈ തലയിൽ വെച്ചിരിക്കുന്ന സാധനം ഇവർക്ക് ലൈസിന്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ അവർ പറഞ്ഞത്. എന്നാൽ ശരി, നിങ്ങൾക്ക് വിശക്കുമ്പോൾ ചോറുണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹസ്കി ഡാൻസ് ഒന്ന് വീഡിയോ എടുക്കുമെന്ന് ഇവർ ചോദിച്ചായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളൊരു ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഹസ്കി ഡാൻസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ ഇടുന്നെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വരപ്പിക്കൽ ഇത്രയൊക്കെയുള്ളൂ. താങ്ക്